Shira for the inaugural address of this Gnana Night. Thank you, Biju. I was hoping I would be speaking after these people speak. But anyway, ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് എവറിബഡി. ഇന്നത്തെ ഈ ഗ്നാന നൈറ്റിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പലതവണ ഡിട്രോയിറ്റിൽ വന്നിട്ടുണ്ട്, KCCനെ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പും. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെയാണ് സജിയായിട്ട് പങ്കുവെക്കുകയും അപ്പം ശശിയുടെ ഇങ്ങനെ പരിപാടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിനിപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ജ്ഞാനായനത്തിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വരാൻ സാധിച്ചു. ലക്ലി വെദർ എവറിത്തിങ് വാസ് ഇൻ ബാഡ്. അതിന് ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്, എന്നാലും വരാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചോളം മൈസെൽഫ് ഡിട്രോയിറ്റിനെ കാണുമ്പോൾ ഞാനെന്തോ അതിൻ്റെ ഒരു ഭാഗമായ ഒരു ഫീലിംഗാണ് എനിക്ക് പണ്ടും ഇപ്പോഴും ഉള്ളത്. കാരണം പലതവണ ഒത്തിരി തവണ ഞാൻ ഡിട്രോയിറ്റിൽ വന്നിട്ടുണ്ട്. എൻ്റെ കസിൻസാണ് ചക്കിങ്കൽ ഫാമിലി, എൻ്റെ വൈഫിൻ്റെയും കസിൻസാണ് ചക്കിങ്കൽ ഫാമിലി. പുല്ലുകാട്ടൂർ ഫാമിലി എൻ്റെ വൈഫിൻ്റെയും ഫസ്റ്റ് കസിൻസാണ്. അപ്പോൾ പണ്ട് മേരിയാനി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യകാലത്ത് 94 93. ഇപ്പം 93 തന്നെ ഞാൻ ഡിട്രോയിറ്റിൽ വന്നിട്ടുണ്ട്. മേരിയാനി മരിച്ചുപോയി. ചക്കിങ്ങിലെ ജോണി അവരുടെയൊക്കെ മദർ. എനിവേ ഞാൻ ആക്ച്വലി പേഴ്സണലായി പോവുകയാണ്. പക്ഷെ എന്നാലും ഇതൊരു ഔദ്യോഗിക ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടി വരികയാണ്. പ്രത്യേകിച്ച് ഒരു നല്ലൊരു കൺവെൻഷൻ കഴിഞ്ഞു. KCCനെ സംബന്ധിച്ചോളം, ഞങ്ങളുടെ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചോളം, ഞങ്ങളുടെ നാഷണൽ കൗൺസിലിനെ സംബന്ധിച്ചോളം വളരെ അഭിമാനിക്കാവുന്ന, ഞങ്ങൾ ഉദ്ദേശിച്ചതിലും ബെറ്ററായിട്ട് ഫീഡ്ബാക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. നല്ലൊരു കൺവെൻഷനായിരുന്നു അവിടെ പ്രദാനം ചെയ്യാൻ സാധിച്ചത്. എന്നെ ആദ്യമേ ജഗദീഷിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. കാരണം നമുക്കറിയാം, ഒരു കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അവിടെ ഇരിക്കുന്ന സണ്ണിച്ചേട്ടൻ അറിയാം. സണ്ണിച്ചേട്ടൻ എൻ്റെ സീറ്റിൽ ഇരുന്ന ആളാണ്. KCCനെ പ്രസിഡൻ്റായ സണ്ണിച്ചേട്ടന് വ്യക്തമായിട്ട് അറിയാം. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സംരംഭമാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു വർഷത്തെ പ്ലാനിങ് ആണ്. അടിഞ്ഞു പോയി. പക്ഷേ വി ബി ഏബിൾ ടു ഫുൾഫിൽ എ ഡ്രീം. ഇറ്റ്സ് ആക്ച്വലി എ ഡ്രീം കം ട്രൂ. നമ്മുടെ ബിഷപ്പിനോട് വരാൻ സാധിച്ചത് അതും ഒരു ഇമ്പോസിബിൾ തിങ് പോലെ. ഞങ്ങൾ 2-3 ആഴ്ച ബിഫോർ ദ കൺവെൻഷൻ വാസ് എൻ ഇമ്പോസിബിൾ തിങ്. ഇറ്റ് ഹാപ്പൻ. വി ബി ഏബിൾ ടു സംഹൗ ഗെറ്റ് ഇറ്റ് ഹാപ്പൻ. സോ അതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. അപ്പോൾ നമുക്കൊരു ഹിസ്റ്ററിയുടെ ഭാഗമായി സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. ഡിട്രോയിറ്റിനുള്ള സജി, അതുപോലെ നിങ്ങളുടെ പ്രസിഡന്റ് സജി, അതുപോലെ നിങ്ങളുടെ സെക്രട്ടറി ഷാജൻ, അതുപോലെ പലരും ഒത്തിരി സഹായിച്ചു. പല കമ്മിറ്റികളിൽ ഞാൻ ഒരു 3-4 ദിവസം വരെ ഉറങ്ങിയിട്ടില്ല. ഒത്തിരി there was a lot of work behind the scenes and even practically on the day of the scenes. ഒത്തിരി താങ്ക് യു സജി, താങ്ക് യു ഷാജൻ, എത്ര പറഞ്ഞാലും. അതുപോലെ വളരെയധികം പേര് ഒത്തിരി സഹായിച്ചു ഞങ്ങളെ. അതൊക്കെ ഒരിക്കലും മറക്കത്തില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു പരിണാമം, അതിൻ്റെ ഒരു ഫീലിങ്സ്, മിക്സഡ് ഫീലിങ്സാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഡ്രീം ഓഫ് എ ലിവിങ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഡ്രീം ചെയ്യാൻ അതീതമാണ് ഒരു ജ്ഞാനായ എന്ന് പറയുമ്പോൾ. അപ്പോൾ ജ്ഞാനായ സംരക്ഷിക്കുക എന്നതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ അതിൻ്റെതായ സ്ട്രെസ്സുകളുണ്ട്, അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ട്, അതിൻ്റെ ഗ്രാവിറ്റി ഉണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ ജീവിക്കുകയാണ്. നമ്മൾ വി ആർ ലിവിങ് ത്രൂ ഇറ്റ് hopefully, and trying not just living, we're trying to inspire so many other people through our actions and deeds. So especially young people, especially the young adults actually. എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി സത്യം പറഞ്ഞാൽ 2 വർഷമായി യങ് അഡൽട്സ്, അതായത് 30, 35, 40 അവരാണ് നമ്മളിനി ലീഡ് ചെയ്യേണ്ടത്. സ്പെഷ്യലി ഷിക്കാഗോ എന്ന നഗരത്തിൽ ഞങ്ങളുടെ 1600 കുടുംബത്തിൽ ഒരു 800ഓളം കുടുംബം യങ് അഡൽട്സാണ്. വിസേ 1-2 വയസ്സുള്ള കുട്ടികൾ മുതൽ 10, 11, 12 വയസ്സുള്ള. പക്ഷേ അത് പ്രശ്നം എന്ന് വെച്ചാൽ they don't understand the gravity. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ സോ കോൾഡ് യങ് അഡൽട്സ് ഷിക്കാഗോയിൽ പോലും കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു മേ ബി ഒരു 25 families, 20 out of the let's say 400 families. So 425 എന്ന് പറഞ്ഞാൽ it's not even 5%. സോ അപ്പം നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയിൽ 14,000 ഫാമിലി ഉണ്ടെങ്കിൽ അതിൽ
ഒരു 1000 ഫാമിലി കഷ്ടിച്ചാണ് പങ്കെടുക്കുന്നതെങ്കിൽ 1/14 do the math. It's hardly 12%, 13%. So 12 or 13% ഫിസിക്കലി അല്ലെങ്കിൽ മോറലി അല്ലെങ്കിൽ നമ്മുടെ മെന്റലി വിച്ച് ഇൻ ടേൺ ഇസ് ഫൈനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഫൈനാൻഷ്യലി എന്ന് പറയുമ്പോൾ കൺവെൻഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഒറ്റ ഒരു കാരണമാണ് നമ്മൾ ജ്ഞാനായക്കാരുമായിട്ട് ബന്ധം. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് യുനോ വി ഗോ ത്രൂ സോ മച്ച്. സോ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ ചിലർ ഞാൻ ഓർത്തു പോകാറുണ്ട്. ഈ പൊസിഷനോട് വരുന്ന സജീവ് അല്ലെങ്കിൽ ഷാജൻ അല്ലെങ്കിൽ ഓരോരുത്തരും ഞാൻ പേരെടുത്ത മാച്ചും അങ്ങനെയുള്ളവരൊക്കെ ബാബി ബിജു ഇവരൊക്കെ ഇനി വരാൻ പോകുന്നു. അപ്പം ഓരോരുത്തരും അതിൻ്റെതായ ഇതൊരു വോളണ്ടിയർ വർക്കാണ് ഇതൊക്കെ. ഇറ്റ്സ് നോട്ട് എ പെയ്ഡ് ജോബ്. നമ്മൾ ആക്ച്വലി ചെയ്യുന്ന ഒരു KCS പ്രസിഡന്റ് ജോബ് ഒരു 300,000 ജോബ് for that what you call 24 months of work. So അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആരും ഡിട്രോയിറ്റിൽ നിന്ന് ഒത്തിരി പേര് വന്നിരുന്നു. ഐ വിഷ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്നിരുന്നു. ഞാൻ വിഷ് ചെയ്ത് പോവാണ്. അത് അപ്പോൾ കഴിഞ്ഞ് ഇനിയെങ്കിലും കൺവെൻഷനിലോട്ട് ഈ പറഞ്ഞ എസ്പെഷ്യലി ആ 9, 10, 11 വയസ്സുള്ള ആ പേരൻസ് മക്കളുള്ള പേരൻസ് മസ്റ്റായിട്ട് കൺവെൻഷന് പോകണം ഞാൻ. കാര്യം അല്ലെങ്കിൽ എൻ്റെ ഇതിൽ കൺവെൻഷൻ ഇസ് നോട്ട് വർത്ത് ഇറ്റ്. കാരണം ഇത്രയും പൈസ മുടക്കി ഇത്രയും സ്ട്രെസ് എടുത്ത് ഇത്രയും വർക്ക് ചെയ്ത് അത് ആ കുട്ടികൾ പിന്നെ നേരെ കോളേജിൽ പോയി ഇങ്ങനെ കൈവിട്ടു പോകും. എൻ്റെ അഭിപ്രായത്തിൽ 12 കഴിഞ്ഞാൽ കൈപോകും. ഇറ്റ്സ് ഓവർ. I have 5 kids, I know. So എൻ്റെ മോളിപ്പം 13 വയസ്സാണ്. ഇപ്പം തന്നെ മോളുടെ ടീനേജ് പ്രായം. അപ്പം how it is. ടീനേജ് പിള്ളേരെ വളർന്നതൊക്കെ അറിയാം. So unless you capture them earlier, which is I think it should even earlier, 8, 9 ആ പ്രായമൊക്കെയാണ് പിള്ളേരെ കൺവെൻഷനിൽ കൊണ്ടുപോകണം, കാണിക്കണം. ഈ 14,000 പേര് ഏൽപ്പിച്ച് കാണും. ഇൻഫാക്ട് ദിസ് ടൈം there were 1,600 youth, means 18 and above, I would say, അല്ലെങ്കിൽ 16 above. ആകാശ് സിംഗ് എന്ന ആ ഷോയിൽ അവിടെ ഇരുന്ന പിള്ളേരുടെ കൗണ്ട് എടുത്താൽ അറിയാം അത്രയും പിള്ളേരോട് വന്നിരുന്നു. അപ്പം and they had so many other programs. We did so much programs. We spent almost 75,000 on kids in this convention. നിങ്ങൾക്കറിയാം മറ്റേ ഇരുമ്പത്തെ കൺവെൻഷനൊക്കെ എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് കണക്കെടുത്ത് നോക്കും. പക്ഷേ we threw the money because that is where I was so adamant of that show. Including people in my team didn't want to do the show. I mean, they were so much against. I had to go to so much pain. But I did എൻ്റെ കയ്യിൽ നിന്ന് വന്നാലും I will do it ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് happened. It cost us $42,000, but it's okay. I knew it was worth the money. So അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഡ്രീം ചെയ്ത് മാത്രം പോലെ അതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. ഐ തിങ്ക് വി വിഷ് പീപ്പിൾ back us and at least understand us, or at least try to understand us. So ഞാൻ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ആരും മാറി നിൽക്കരുത്. അതുപോലെ അവൻ ചെയ്തോട്ടെ അവൾ ചെയ്തോട്ടെ എന്ന് വെച്ചാൽ there is nobody to do it and nothing will be done, nothing will be accomplished. നമ്മുടെ വള്ളം ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. വായി ഇത് തന്നെ ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ പീപ്പിൾ ഹാവ് ടു ഫീൽ ഇറ്റ്. കമ്മിറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ സ്ഥാനങ്ങൾ എടുക്കേണ്ട. അറ്റ്ലീസ്റ്റ് ഫീൽ ഇറ്റ്. ഫീൽ ചെയ്യുമ്പോൾ ബാക്കി തന്നെ വരും. At least they'll feel for their spouse, their wife. The spouse will mutual feel. As will reflect on their kids. The kids will get it. അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ 4 പ്രോഗ്രാം ചെയ്തു. I did, we did, ഞാനല്ല ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്, we did 18 to 21, 15 to 21, no, 15 to 18, then we did 18 to 25, then we did 25 and above, and then we did for the Nati on the Yuvajanvedika, we did another one, which was almost 480 kids. I mean, each program there were 300, we totally covered 2,000 kids. ആ 2,000 kids I'm guaranteed ഒരു 200 കല്യാണം നടക്കും. Guaranteed. I know already how much clicks are there. So how can you expect kids to go find somebody when the opportunity is not there, when the situation is not there, or the Vedi is not there? So വേദികൾ ക്രിയേറ്റ് ചെയ്യാന്ന് ആസ് പേരൻസ് നമ്മുടെ കടമയാണ്. അതിൽ ഒന്നാണ്, നമ്പർ 1 ആണ് കുഞ്ഞുങ്ങൾക്ക് കൺവെൻഷൻ. കാരണം അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇപ്പൊ ഡിട്രോയിറ്റ് കുട്ടികള് ഈ ഡിട്രോയിറ്റിലെ 200 പേര് 300 പേര് കാണുന്നു, ഒരു 3000 പേര് അല്ലെങ്കിൽ 4000 ഒരു സമുദ്രം, അവർക്കൊരു മഹാസമുദ്രമായി. So ആ കുഞ്ഞു മനസ്സിൽ കിടക്കും. So I think that should translate into more connections, relationships, and of course ഞാൻ ഈ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാലും I will do my level best what I can, and I'm sure I'm hopefully inspiring youngsters, young adults
and the reflections you can see in Chicago and hopefully the rest of the country. So once again, I want to thank Detroit for this opportunity. I want to thank എനിക്കറിയാം സജി എനിക്ക് തന്നത് 4 മിനിറ്റും 55 സെക്കൻഡുമാണ്. ഇപ്പം അപ്പോൾ 4 മിനിറ്റും 53 സെക്കൻഡ്. അപ്പോൾ എനിക്ക് 2 സെക്കൻഡ് ബാക്കിയുണ്ട്. സജി എനിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു, യു ഹാവ് 4 hours 55 minutes. സോ സജി തെറ്റിയ മിനിറ്റ്സ് എന്ന് എഴുതി കേട്ടോ, ബാക്കി കിടക്കും. So I'm saying what I would love to have, or love to at least cherish, is that communities that Detroit rise up, have a community center of your own, do fundraisers, think out of the box. ഒരു ചെറിയ പ്ലേസ് ആണ്, എത്രയും വില കൂടത്തേ ഉള്ളൂ, വില കുറയാൻ പോകുന്നില്ല. സോ ഒരു ചെറിയ പീസ് ഓഫ് ലാൻഡ്, ഒരു 5 സെന്റ് സ്ഥലം, നാട്ടിൽ പറയുന്ന പോലെ 5 സെന്റ് സ്ഥലം, അല്ലെങ്കിൽ ഒരു ചക്കട ഒരു വീടും എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ എന്തെങ്കിലും സ്വപ്നം കാണുക. If you start, you have to start dreaming. It's going to happen. I guarantee you, if in the last 4 months, in the next 4 months, I can do whatever I can. As from KCC's side, KCC doesn't have money. To be honest, when I came into KCC, there was only, I would say there was operating fund, some $2,000, $3,000. There was some buffer fund, like $6,000. That is nothing. So, see, coming back to this, you guys have to support each other. You guys have to rise up. You have to feel for the community. നമ്മുടെ ഫണ്ടമെന്റൽസ് ഞാൻ ഓർക്കുവാണ്, നമ്മുടെ ഫണ്ടമെന്റൽസ് നമ്മൾ ആരെങ്കിലും ബഹിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ജ്ഞാനായക്കാരൻ അല്ലെങ്കിൽ ജ്ഞാനായക്കാരി എന്നും ജ്ഞാനായക്കാരനായിട്ട് നിൽക്കാനാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അവരുടെ കുഞ്ഞുങ്ങളും നിൽക്കണമെങ്കിൽ, നിന്നാലല്ലേ ഇത് തുടരുള്ളൂ. നിൽക്കണമെങ്കിൽ we have to be role models. അതിന് ഒറ്റ ഒരു വഴിയുള്ളൂ, നമ്മൾ തന്നെ സ്വയം കുടഞ്ഞെഴുന്നേക്കുക. ചെയ്യുന്ന കുറച്ച് പേര് തന്നെ ചെയ്തുകൊണ്ടിരുന്ന കപ്പൽ അധികം മുമ്പോട്ട് പോകത്തില്ല. സോ let us all become small, sailors of this small ship and try to cross this big ocean. There's a lot of waves out there, there's a lot of storms out there, but we can survive all that if we have the toughness. We do have the toughness, or we have to do the unity, which also we have. Then what is that we don't have? Maybe I think it's the westernization of thoughts. So നമ്മളിപ്പോൾ വെസ്റ്റേൺ കൾച്ചറിലായിപ്പോയി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെതായ ക്ഷീണങ്ങൾ, അതിൻ്റെതായ പൈസയുടെ പുറകുള്ള ഓട്ടവും പരാക്രമവും എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ eventually is going to come and bite back on us through our kids. So അതുണ്ടായിരിക്കുന്നതിന് നമ്മൾ അതറിഞ്ഞ് പ്രവർത്തിക്കുക. ഒരിക്കൽ കൂടി ഡിട്രോയിറ്റ് KCSന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഞാൻ പറഞ്ഞ കുഞ്ഞു വീട്, കുഞ്ഞു പൂര വിദൂര ഭാവിയിൽ ഉണ്ടാകട്ടെ. അതിന് പേഴ്സണൽ ലെവലിൽ ഞാൻ ഓഫ് കോഴ്സ് ഐ വിൽ ബി ഹെൽപ്പിംഗ്, ബട്ട് അല്ലാതെയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. താങ്ക് യു അഗെയിൻ, once again, thank you for this opportunity, and I have to say I love Detroit as usual. Thank you. Thank you, Shayachada, for that inspiring and informative speech. So now we are going to have the lighting of the lamp ceremony formally inaugurate the Knanaya Night. So I request all the current KCS Executive Committee members to come to the stage.